You are watching TV Next. നമസ്കാരം, ടി വി നെക്സ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നതും ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരായ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ ആ ഒരു ബിസിനസ് മറ്റൊരാളുടെ ജീവന് തന്നെ ഭീഷണിയായാലോ അയാളുടെ രോഗത്തിന് കാരണമായാലോ നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാരണം തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ ചെറുതോട്ടം എന്ന സ്ഥലത്താണ്. കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ കുടയാൽ വാർഡിലാണ് ഈ ചെറുതോട്ടം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്ത് അനധികൃതമായി ലൈസൻസ് ഇല്ലാതെയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും നടത്തുന്ന വേങ്കോട് പൗൾട്രി ഫാം എന്ന സ്ഥാപനത്തിനെതിരെയാണ് ജനരോഷം ഉയരുന്നത്. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് തുടങ്ങിയ സമയത്ത് ഇത് ഒരു ഹോളോ ബ്രിക്സ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം വരെ ഇത് ഹോളോ ബ്രിക്സ് ആയിരുന്നു. അപ്പോഴും ഞങ്ങൾക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ ഓണർ വന്ന് ഞങ്ങളോട് സൈൻ ഇട്ട് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് പുറത്തെ ആൾക്കാരോടൊക്കെ അന്വേഷിച്ചാൽ പറഞ്ഞു നിങ്ങളിപ്പോൾ സൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങളത് വേണ്ടത് ചിന്തിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നോട് വീണ്ടും വന്ന് സൈൻ ഇടാൻ വേണ്ടി ചോദിച്ചു. ഞങ്ങൾ പറയില്ല, പറ്റില്ല, കാരണം ഞങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് ചിലപ്പം ഭാവിയിൽ ഉണ്ടാവുമെങ്കിലും ഞങ്ങൾക്ക് പിന്നെ അത് നിയമപരമായിട്ടൊന്നിട്ടും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളത് അപ്പം പറഞ്ഞ് നിങ്ങൾ നടത്തിക്കോളൂ, പക്ഷേ ഞങ്ങൾക്ക് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നീട് അത് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഹോളോ ബ്രിക്സ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നാൾ ഒരു 3-4 വർഷം വരെ ഹോളോ ബ്രിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ വളർത്തുന്ന കോഴിയായിരുന്നു പിന്നീട്. അപ്പോൾ അത് വേറെ ശല്യമില്ലായിരുന്നു. അങ്ങ് വീണ്ടും കുറച്ച് നാൾ കോഴി അങ്ങനെ പോയിട്ട് അതും അതിലെന്തോ ക്രമക്കേടെന്തോ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം. അപ്പോൾ അത് വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഇറച്ചിക്കോഴി. ഈ ഇറച്ചിക്കോഴി വന്നത് മുതൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് സ്മെല്ല്, ഒരു അസഹ്യമായ സഹിക്കാൻ പറ്റാത്ത സ്മെല്ല്. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് വരുമ്പോൾ ഈച്ച ശല്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡ് വെച്ച് നമുക്ക് പാകം ചെയ്ത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അടുക്കളയിൽ കയറുമ്പോൾ അവിടെ ഈച്ച ശല്യം, പിന്നെ അതിനകത്ത് ഫുഡ് വെച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ ഈച്ച വീഴക്കം, പിന്നെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നത്. എൻ്റെ ഒരു മതിലിനോട് ചേർത്തിട്ടാണ് ഈ കോഴി ഫാമിന്റെ ഷെഡും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. കോഴിക്കാരും ഒക്കെ ഞങ്ങളെ മതിലിനോട് ചേർത്തുള്ള ഷെഡിനകത്താണ് വെച്ചേക്കുന്നത്. ഈച്ച ശല്യം വരുന്നു എന്നാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇത് സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ 2 വർഷം മുന്നേ അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ വീട്ടിൽ ജോലിക്കാരുണ്ട്, പിന്നെ എൻ്റെ വയസ്സായ എൻ്റെ അമ്മയും അച്ഛനും ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ ശ്വാസം മുട്ടലും ഹാർട്ടിൻ്റെ പേഷ്യൻ്റൊക്കെയാണ്. അവർക്ക് ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയി. അവർ ഏറ്റവും കൂടുതൽ പെൺമക്കളെ കൂടെ നിൽക്കാൻ നോക്കുള്ളൂ. അങ്ങനെ കുറച്ച് നാൾ അമ്മ ഇവിടെ നിന്ന് അമ്മയ്ക്ക് ബുദ്ധിമുട്ടായി. പിന്നെ അമ്മയുടെ അസുഖം മൂർച്ഛിച്ചപ്പം പിന്നെ അമ്മ മരണപ്പെടുകയായി. അപ്പോൾ അച്ഛൻ ഇവിടെ വരണമെന്നുണ്ട്. അച്ഛൻ ഇവിടെ കുറച്ച് നാൾ ഇവിടെ വന്നു നിന്നപ്പോൾ ഈച്ച ശല്യം കാരണം അച്ഛന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ വീണ്ടും തിരിച്ച് അച്ഛൻ്റെ മോൻ്റെ അടുത്ത് തന്നെയാണ് പോയത്. ഇപ്പോൾ വീണ്ടും അച്ഛൻ ഇവിടെ വരണം. പക്ഷെ ഞങ്ങളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അച്ഛന് വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്. ഇപ്പം ഈ വയോജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി കണ്ടെത്തുന്ന ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതൊന്നും കാണുന്നില്ല? കാരണം ഇത് ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനമാണ്. കാരണം ഇതിൻ്റെ ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇതിപ്പോൾ ഞാൻ അറിയുന്നത് കുറച്ച് കാലമായിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് പോയതുകൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. കാരണം മാനദണ്ഡങ്ങളൊന്നും കൃത്യമായിട്ട് പാലിക്കുന്നില്ല. ലൈസൻസ് ഇല്ല, പൊതുവേ ലൈസൻസ് ഇല്ല ഇതിന്. പിന്നെ ഒരു ബിൽഡിങ്സ് എന്ന് പറഞ്ഞത് ഒരു കെട്ടിടത്തിന് മാത്രമേ ബിൽഡിംഗ് നമ്പറുള്ളൂ. ബാക്കി എല്ലാം അനധികൃതമായിട്ട് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും പഞ്ചായത്ത് അധികൃതരെ അറിയിച്ച് പഞ്ചായത്തിൽ നിന്ന് അധികൃതർ എത്തിയിട്ടുണ്ട്. അതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിക്കാമെന്ന് പറയണുണ്ട്. 2 പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് അധികൃതർ എത്തിയപ്പോൾ അപ്പോഴൊന്നും ഇയാൾ ഇത് തുറന്നു കാണിക്കാൻ മനസ്സ് കാണിച്ചില്ല. പിന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇത്രാം തീയതി വരും. അപ്പോൾ അവർ ഉദ്യോഗസ്ഥരോടെയൊക്കെ കയർത്ത് സംസാരിച്ചു എന്ന് പറയുന്നു. പിന്നെ ഞങ്ങൾ പൊട്ടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് കയറുന്നത് ചിലപ്പോൾ അവർക്ക് ഉദ്യോഗസ്ഥർക്ക് അത് പറ്റാത്തത് കൊണ്ട് അവർ എന്തായാലും പോലീസിൻ്റെ അകമ്പടിയോടുകൂടി വന്ന് പൊട്ടിച്ച് കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ നിന്നപ്പോഴത്തേക്കും വീണ്ടും എന്താണെന്ന് അറിയില്ല. ഇവിടെ പിന്നെ ഒരാഴ്ച ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്ലീൻ ചെയ്തതിന് ശേഷം അദ്ദേഹം സ്വമേധ അറിയിച്ചു വന്ന് കണ്ടോളാം. അങ്ങനെ തുറന്ന് കാണിച്ചു കൊടുത്തു. ഇവിടെ വന്ന് കണ്ടു. ഉദ്യോഗസ്ഥരെല്ലാം കണ്ടിട്ട് പോയിട്ടുണ്ട്. പക്ഷെ എന്താണ് നടപടി സ്വീകരിച്ചെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഞങ്ങൾ കുറച്ച് വീട്ടുകാർക്കാണ് ഇവിടെ ബുദ്ധിമുട്ടായി. ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ആർക്കൊന്നും ഇതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. ഇതിപ്പോൾ ഒരു 3-4 വീടുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്നെയാണ്. കാരണം എനിക്ക് ആഹാരം വെക്കാൻ പറ്റില്ല. എൻ്റെ മോക്ക് ഈ ഇടയ്ക്ക് ഇതിൻ്റെ പ്രശ്നമായിട്ട് ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയി അവിടെ കുറേ നാൾ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതെനിക്ക് ഞങ്ങൾക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല. ഞങ്ങളെ കുട്ടികളെ അത് ബാധിക്കുമ്പോൾ ഇനി വരുന്ന തലമുറകൾക്ക് ഇതൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. കൊതുകിനെ പോലെ തന്നെയാണ്, മാരകമാണ് ഈച്ച. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മുടെ അധികാരികൾ, ഇതെല്ലാം കാണുന്ന അധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ
അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഞാൻ CM പോർട്ടലിലോട്ട് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ഓഫീസിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ട നടപടികൾ ഇതിന് സ്വീകരിക്കണം. കാരണം കാരണം വയോജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതെന്ന് പറയുന്ന ഗവൺമെൻറ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ എനിക്ക് കൊണ്ടുവിടണം, വിട്ടിവിടെ നിർത്തിക്കണം. കാരണം അവരിനി അവസാന കാലങ്ങളിൽ നമ്മളെ കൂടെ നിൽക്കുന്നത്, അവരുടെ സന്തോഷമാണോ നമുക്ക് വലുത്. അപ്പോൾ അവരെ ഇവിടെ കൊണ്ടുവിടാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. ഇപ്പം എൻ്റെ അമ്മായി, ഇപ്പം ചേട്ടൻ്റെ അമ്മ ഇവിടെ 2 മാസം ഉണ്ടായി ഈ ഈച്ച ശല്യ സമയത്ത് ഇവിടെ വന്ന് 2 ദിവസം അമ്മയുടെ മൂത്ത മോൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്ന് നിന്നായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഈച്ചയുടെ ശല്യം കാരണം അമ്മയ്ക്ക് വീണ്ടും ഇവിടെ നിന്ന് പോയി 2 ദിവസമായപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു. അപ്പോൾ ഇനി എന്തായാലും ഇത് കാണുന്ന അധികാരികൾ ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട, ഇപ്പം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ചിട്ടുണ്ട്, അവരത് കൂട്ടാൻ വേണ്ടി സ്റ്റോപ്പ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അയാളൊരു വക്കീലാണ്, നോട്ടറി വക്കീലെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം എന്തായാലും ഈ നിയമം അറിയുന്ന ആൾ തന്നെയാണ് നിയമം തെറ്റിക്കുന്നത്. എന്തായാലും പൊതുജനങ്ങൾക്കും ഇടയിൽ ഇതൊരു പ്രശ്നം ഉണ്ടാവില്ലേ. അതുകൊണ്ട് അതെന്തായാലും അദ്ദേഹം നമ്മൾ പലതവണ പരാതി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പുറകെ നിന്ന് ഞാനും വരാം എന്നാണ് പറഞ്ഞത്. അപ്പം നിയമം അറിയാമെന്നുള്ള ഒരു ആളായതുകൊണ്ടായിരിക്കും ഇത്രയും ധാർഷ്ട്യം കാണിക്കുന്നത്. അപ്പോൾ അതിനെന്തായാലും അതിനെതിരായിട്ട് പ്രതികരിക്കണം. അപ്പം എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് വീട്ടുകാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവർ കുറച്ച് ഇവിടെ താമസമില്ല, വെള്ളാട്ട പഞ്ചായത്തിലാണ്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. കാരണം വെള്ളാട്ട പഞ്ചായത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ഇവിടെയാണ് കോഴി ഫാം നടത്തുന്നത്. അപ്പോൾ അയാൾ ഇവിടെ ഒരു 5 ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ, ഇതിൻ്റെ ബുദ്ധിമുട്ട് അയാൾക്കും മനസ്സിലാവട്ടെ, അയാൾ അത് അനുഭവിക്കണ്ടേ. ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ മാത്രം ഇത് പ്രതികരിച്ചിട്ട് കാര്യമില്ല. അയാൾ എന്തായാലും വെള്ളാട്ട പഞ്ചായത്താണ്, അയാൾ വെള്ളാടിയാണ് താമസിക്കുന്നത്, വേങ്കോട് എന്നുള്ള ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല? അയാൾക്കില്ലല്ലോ, ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടല്ലേ അയാൾ ഇത് വീണ്ടും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര നമ്മൾ ഈ കോഴി ഫാം വന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മളെ മെമ്പറെ വീട്ടിൽ പരാതി കൊണ്ടുകൊടുക്കാൻ പാടില്ല, മെമ്പർക്ക് ഒരു ആഹാരം കഴിക്കാൻ പാടില്ല. വെച്ചാൽ ഈ ഏരിയയിൽ എല്ലാവർക്കും ഉണ്ട് വിഷയം, പക്ഷെ ആരും പറയില്ല. അങ്ങനെ വക്കീലായതുകൊണ്ട് അങ്ങനെ നിയമം പഠിച്ചത് കൊണ്ട് എല്ലാവർക്കും ഒരു പേടിയാണ്. പിന്നെ വേറെ കേസ് എന്ന് വെച്ചാൽ അങ്ങനെ പൈസകൾ ഇറക്കും. പിന്നെ നമ്മൾ പരാതി പറയുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാരും പറയണം, പക്ഷെ അവരൊക്കെ നമ്മളോട് പറയും ഈ സർക്കാരിൻ്റെ ആൾക്കാർ വന്നാൽ അവർ കഥവും പൂട്ടി അകത്തിരിക്കും, പേടിച്ചിട്ട് അവർ അകത്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇതിനെ നമുക്ക് ശക്തമായി പൂട്ടണം. ഇത് ചേട്ടാ ഇപ്പോൾ അവിടെ കൂടെ വന്ന് നോക്കിയിട്ട് സ്മെല്ല് തുടങ്ങിയിട്ടുണ്ട്. ഇത് ആരെങ്കിലും അന്വേഷണം വരുമ്പം അവരാണെങ്കിൽ വന്ന് മരുന്ന് കളിക്കും, വൃത്തിയാക്കും. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരാണ് ഈ സ്മെല്ല് കൊള്ളുന്നത്. വെച്ചാൽ ഈ ലൊക്കാലിറ്റി മൊത്തം ഉണ്ട്. അത് ചേട്ടാ ഒരിക്കൽ വന്നിട്ട് നമ്മൾ വിളിക്കുമ്പോൾ കാണാം എൻ്റെ ഫോണിൽ കിടക്കണം ഈച്ചയൊക്കെ. പക്ഷെ പഞ്ചായത്തിൽ കൊടുത്തു, പക്ഷേ ഇതിന് ലൈസൻസ് ഇല്ല, പൊല്യൂഷൻ ഇല്ല. നമ്മൾ ആദ്യം കരുതിയത് ലൈസൻസ് ഉണ്ടെന്ന്, പക്ഷെ ഇപ്പം തിരക്കിയപ്പോൾ ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. ഭയങ്കര സ്മെല്ലുണ്ടായിരിക്കും. പിന്നെ ഭയങ്കര ഈച്ച ശല്യമായിരിക്കും. അതായത് കോഴി ഒരു പരിവാകുമ്പോഴാണ് അതിൻ്റെ ഈച്ച വരുന്നത് കൂടുതലായിട്ടും. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആഹാര സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ട്. ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ ചായ ആയാലും വെള്ളമായാലും എന്തായാലും നമുക്ക് ഒരിടത്ത് ഇരിക്കാനോ അത്ര ഈച്ച ശല്യം ഭയങ്കരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലാണ്. നമ്മൾ മാക്സിമം കൊല്ലാൻ നോക്കിയാലും വീണ്ടും വീണ്ടും കൂട്ടമായിട്ടാണ് വരുന്നത്. പിന്നെ ചില സമയം പരാതി കൊടുത്തു, പഞ്ചായത്തിന് പരാതി കൊടുത്തു. അവർ 4 പ്രാവശ്യം പഞ്ചായത്ത് വന്നുവെങ്കിലും 3 പ്രാവശ്യം അവർ തുറന്നു കൊടുത്തില്ല. പിന്നീട് അതൊക്കെ വൃത്തിയായതിന് ശേഷം ഇവിടെ എല്ലാം കോഴി ഫാമിനകത്ത് വൃത്തിയാക്കിയതിന് ശേഷമാണ് അവർ തുറന്നു കൊടുത്തത്. വളരെ രോഗാവസ്ഥയാണ്. നമുക്കത് പിന്നെ കഴിക്കാനും പറ്റില്ല. ഇപ്പം ചായയിലൊക്കെ ഈച്ച വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുടിക്കാൻ പറ്റില്ല. വെള്ളത്തിലായാലും ചില തിളപ്പിച്ചുകൊണ്ട് വെച്ചിങ്ങനെ വെള്ളത്തിലായാലും പെട്ടെന്ന് അതങ്ങ് വീഴുമ്പോൾ പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. ആഹാരമായാലും തന്നെ നമുക്കൊരു സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാനും പറ്റില്ല. അത്രയേറെ ബുദ്ധിമുട്ടുണ്ട്. അതായത് പ്രായമായ 2 വ്യക്തികളും ഉള്ള ഏരിയയാണ്. നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന കൂട്ടത്തിലുമാണ്. ഗവൺമെൻറ് തലത്തിലും അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് തലത്തിലൊക്കെ അതിനൊരു അധികാരികൾ ഇതിന് ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. പരിഹാരം എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ഒന്നുകിൽ ഇത് ഇവിടെ നിർത്തലാക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഇത് ഒരു 500 കോഴിക്ക് താഴെ അവർക്ക് ലൈസൻസ് ഇല്ലാതെ വളർത്താൻ പറ്റുള്ളൂ. ഇതിപ്പം ലൈസൻസും ഇല്ല. 5000 മുകളിൽ കോഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് അനുവദിക്കാൻ പാടില്ല. പുള്ളി ഇവിടുത്തെ വീടിൻ്റെ അടുത്തുള്ള താമസക്കാരല്ല, പുള്ളി കുറച്ച് ദൂരെയാണ്. പുള്ളിയുടെ വീടിൻ്റെ പരിസരത്ത് ആണെങ്കിൽ പുള്ളി ഇത് അനുവദിക്കും. അതും കൂടി ഒരു ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കേണ്ടിയുണ്ട്. ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇതിൻ്റെ ഉടമസ്ഥൻ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ്. അതുകൊണ്ട് നാട്ടുകാർക്ക് ഏറെ പേടിക്കേണ്ട കാര്യവുമുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ പോലും അദ്ദേഹം ശക്തമായി കയർത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട നാട്ടുകാരുടെ കാര്യം പറയാനില്ലല്ലോ. എന്തായാലും ഇതിനൊരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. TVNS ന്യൂസിൽ നിന്നും വിനോദ് റയാൻ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.